മോളെ, മരുന്ന് കഴിച്ചോ? ഇല്ല അച്ഛാ. മരുന്ന് കുടിക്കണ്ടേ? എനിക്ക് വേണ്ട അച്ഛാ, മടുത്തു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സൂക്കേട് മാറണ്ടേ? ഇത്രയൊക്കെ മാറിയ പോരെ അച്ഛാ? സങ്കടപ്പെടുത്തുന്ന വാക്കുകളുടെ മോളുടെ നാവിന്ന് വരുള്ളൂ. അപ്പൊ ശരി, പിന്നെ കാണാം. ആ ശരി. അമ്മേ, വേണ്ടച്ചാ, ഞാൻ എടുത്തോളാം. മോള് വന്നോ? ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല അച്ഛാ. അത് നന്നായി. മാമ, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോവും. എന്താണാവോ? ചെറിയൊരു കാര്യമുണ്ട്. എന്താ ചെറിയ കാര്യം എന്നൊക്കെ എനിക്കറിയാം. ഓ, എന്താ? ആ ചെക്കന്മാരെ കൂടെ കൂടിയിട്ട് സിഗരറ്റ് വലിക്കാനല്ലേ? ഓടി. വെയിലത്തിരിക്കണ്ട. കൊഴപ്പില്ല അച്ഛാ. മോളുട്ടിയെ, എന്തായി അഭ്യാസം? ഒരുവിധം ശരിയായി വരുന്നച്ചാ. ഒരുവിധം പോരാ, നല്ലോണം കളിക്കണം. ആദ്യമായി ടീച്ചറമ്മ പറഞ്ഞ കാര്യ, പിന്നെ ടീച്ചറമ്മ നോക്കിക്കോളും. ജതി വെക്കി. ചേച്ചി ജതി വെക്കട്ടെ? വെച്ചോ.
സുബ്ര, ആ ആരത്? കരുണേട്ടനോ? പട്ടണ്ടോ കുറച്ച് എടുക്കാൻ? പെര ചോർന്ന് ഒലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഓ, ഇത് കണ്ടോ എന്റെ കരുണേട്ടാ, ഈ ടാർപ്പായ മാറ്റിയിട്ട് ഓല മേയാൻ എനിക്കെന്നെ പറ്റിയിട്ടില്ല. ഓ അത് ശരി, അപ്പൊ പട്ടല്ലേ? വല്ല രക്ഷയുണ്ടാ? എവിടുന്നാ ഇത് കിട്ടുക? ഞാൻ വിചാരിച്ച ഇപ്പൊ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ നീ വിചാരിച്ചൊരു ഉണ്ടാക്കും നടക്കില്ല, എനിക്കറിയാതൊക്കെ. ആ പെണ്ണ് എവിടെ പോയി കൊണ്ടാറും? ആ ഇങ്ങോട്ട് വാ. പിന്നെ ഞാൻ സാധനം കൊടുക്കുന്നുണ്ട്, നീ അകത്ത് പോയിട്ട് കുറച്ച് ഗ്ലാസും വെള്ളം എടുത്തിട്ട് വായോ. ഓ അതിപ്പോ നീ വേഗം പോയി ഗ്ലാസും വെള്ളം എടുത്തിട്ട് വാ. ഇപ്പൊ വരാം. അയ്യോ കാലുകൊണ്ട് വയ്യ. അല്ല കരുണ, ഈടപ്പോ അങ്ങോട്ട് കാണാറില്ലല്ലോ. എല്ലാ സ്ഥലത്തും എത്തണ്ട സുബ്ര. മോളെവിടെ? അവള് തുണി അലക്കാൻ പോയിരിക്ക. തുണി അലക്കാൻ കണ്ട സമയം പാണ്ടാറണങ്ങ. മോള് മോളെ, കരുണേട്ടനാ? അറിയില്ലേ? എന്നെയൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇല്ല മോളെ, അവള് പിന്നെ പിന്നെ പരോശാവാ. മുടി മാത്രമേ ഉള്ളൂല്ലോ അവൾക്ക്. കാവില് പോവാനുള്ള പുറപ്പാടാണേ. കാവിലെന്താപ്പോ ഞവടെ വണ്ടാറ ഡാൻസിന് പോവാനേ. അത് നന്നായി. എന്താണെങ്കിലും ഒരു കാര്യമല്ലേ, വെറുതെ കുപ്പിയും പോയി കാശും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. എനിക്ക് ഒന്നല്ലേ ഉള്ളൂ കരുണേട്ട. എന്തിനാ കൊറേ എണ്ണം? ഒന്ന് പോരെ? നമുക്കോട്ട് ഒരു കാര്യമില്ല. എന്താ അച്ഛാ ഇത്? ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? ഞാൻ പോവാണ്, ഈ എന്നെ നോക്കി പേടിപ്പിക്കണ്ടഞ്ഞ്. അങ്ങനെയൊന്നും പേടിച്ചാ പേടിക്കുന്ന ആളല്ല ഈ കരുണൻ. എൻ്റെ ഒരു പൈൻറ്റും പോയി വെറുതെ കാശിങ്ങനെ പോവാന്നല്ലാണ്ട് ഒരു കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ല. അവള് കണ്ടു പണ്ടാറ. ഓല വാങ്ങാൻ വന്ന ആളുടെ സൽക്കാരൊക്കെ കഴിഞ്ഞോ? ഇനിയില്ല. ഇതൊന്നും എനിക്ക് ഇഷ്ടല്ല കേട്ടോ. ഇനി ഉണ്ടാവില്ലാന്ന്. ചായ അകത്ത് പാർന്നു വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിച്ചോളില്ലേ? ഞാൻ കുടിച്ചോളാം. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എന്റെ കുഞ്ഞ് വളർന്നു വലുതായില്ലേ? ഇനി ഇപ്പോഴാണോ കാണുന്ന അച്ഛൻ? അച്ഛൻ ഈ ഓലമടച്ചിലും പിന്നെ കരുണേട്ടനായിട്ടുള്ള കൂട്ടും, അതല്ലേ അച്ഛന്റെ ലോകം. നീ അവളോട് എന്റെ ആഗ്രഹം തുറന്നു പറയണം. അത് വേണോടാ? അത് വേണം. അവളുടെ മനസ്സറിയാൻ വേറെ ഒരു വഴിയില്ല. നീ വല്ല സൂചനയും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവൾ എതിർത്താലും അവളുടെ അച്ഛനിലൂടെ ഞാനത് നേടിയെടുക്കും. നിനക്ക് കഴിയില്ലെങ്കിൽ നീ അത് പറയണം. എനിക്ക് വേറെ വഴി നോക്കണം. അച്ഛാ, എന്റെ പരദൈവങ്ങളെ,
അച്ഛാ സുഖാണോ? ഇതാരത് മോനെ വിനു? അച്ഛാ എപ്പോഴാ വന്നത്? വന്നിട്ട് കുറച്ച് ദിവസമായി. നാളെ പോവാണ്. ഓ, യാത്ര പറയാൻ വേണ്ടി കയറിയതാ. പ്രാക്ടീസ് നടക്കുക മോളുടെ. നാളെ കളിയുണ്ട് മോൾക്ക്. മോൻ ഇരിക്കട്ടോ. ആ ഓക്കെ. സൗമ്യ, ഞാൻ നാളെ പോവാണ്. നിന്നെ നാളെ ഒന്ന് കാണണം. സൗമ്യയെ മേക്കപ്പ് ചെയ്യാൻ ടീച്ചർ വിളിക്കുന്നുണ്ട്. ആ ഇപ്പൊ വരാം. എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഈ വീടും പരിസരവും, ഇവിടുത്തെ ഓരോ പുല്ലും പൂക്കളും നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ പ്രണയം പറഞ്ഞത് ഇവിടെ വെച്ചാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് വിനേട്ടാ. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കൂടാതെ ചില കാര്യങ്ങളും. ഇന്ന് വിനേട്ടൻ റൊമാൻറ്റിക് ആണല്ലോ. എന്താ സസ്പെൻസ്? കാര്യമായി ഒന്നുമില്ല. കുട്ടനെൻ്റെ അടുത്ത് വന്നിരുന്നു. അവന് നിന്നെ ഇഷ്ടമാണ്. നിന്നെ വിവാഹം കഴിക്കാൻ അവൻ ഒരുക്കമാണ്. വിനേട്ടൻ എന്താ ഭ്രാന്താ? കുട്ടേട്ടന് എന്നെ വിവാഹം കഴിച്ച് കാണണമെന്ന് അച്ഛന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിന് കഴിയില്ല. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ കുട്ടൻ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നീ എനിക്കുള്ളതാ. നമ്മൾ തമ്മിലുള്ള ഇഷ്ടം അവൻ അറിയണം. നാളെ നിന്റെ ഡാൻസ് കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. കാണാരം വൈദ്യര് എന്താ പറഞ്ഞു മാമ? എല്ലാം ശരിയാവും എന്നാ പറയണത്. കുറച്ച് സമയം പിടിക്കും. എന്റെ കുട്ടിയുടെ കിടപ്പ് കണ്ട് സഹിക്കണില്ല കുട്ട. ചെറുപ്പം മുതൽ തന്നെ നീ അവളെ അറിയുന്നതല്ലേ കുട്ട. ഓൾക്ക് നന്ദി അറിയില്ലേ? ആരാണ് എന്റെ കുട്ടിനെ ഈ കൊല ചെയ്തത്? ഓന് ദൈവം കൊടുത്തോളും. ദൈവം കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. ആരായാലും ഓനെ ഞാൻ വെറുതെ വിടില്ല മാമ. അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. ഓനെ എന്റെ കണ്ണിന്റെ മുമ്പ് കൊണ്ടുവരൂ. ഈ ഓലമടയുടെ മടലോണ്ട് വെട്ടിക്കൊല്ലും. മാമൻ സമാധാനായിരിക്കേ. അവൻ നമ്മുടെ മുമ്പിൽ വരും. അപ്പ ആലോചിക്കാം. എനിക്ക് സഹിക്കണില്ല മാമ അവളുടെ ഈ കിടപ്പ് കണ്ടിട്ട്. ഓളെ കുറ്റിക്കാട്ടിന്ന് കോരിയെടുത്ത കൈകളാണിത്. എനിക്ക് സഹിക്കാൻ പറ്റണില്ല മാമ. ആരായാലും ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മാമന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും മാമ. മാമൻ അനുവദിക്കുകയാണെങ്കിൽ ഈ കിടന്ന കിടപ്പിൽ തന്നെ അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അച്ഛാ, മോളെ, എന്റെ മോള് സംസാരിച്ചല്ലപ്പോ. സ്വപ്നാണോ കുട്ട?
ഉം. ഞാൻ ആ വൈദ്യരെ പോയി കാണട്ടെ. ആ മരുന്നിന്റെയും പ്രാർത്ഥനയുടെയും ഫലം. ആ കുട്ടേട്ടൻ പോയി വരട്ടെ അച്ഛ. അച്ഛ ഇവിടെ നിക്ക്. എന്നാ കുട്ടാ ആ. ഒന്ന് വേഗം പോയി വരൂ. ആ എന്നാ ഞാൻ പോയി വരാം. നടന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടെന്നാ ഞാൻ കരുതിയത്. എൻ്റെ ഒരു കാലും ശരീരവും മാത്രമേ തളർന്നിട്ടുള്ളൂ. മനസ്സ് തളർന്നിട്ടില്ല. വായും ഞാൻ അടച്ചു പിടിച്ചതാ. അത് ശരി, അഭിനയിക്കായിരുന്നല്ലേ നീ? എനിക്ക് ജീവിക്കണം. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ വിനുവേട്ടനായിട്ട് എനിക്ക് ജീവിക്കണം. നിന്നെ അന്ന് എനിക്ക് മതിയായിട്ടില്ലടി. വൃത്തികെട്ട നായേ, നീ ഒരു മനുഷ്യനാണോടാ? ദൈവം കൊടുത്തോളൂ. വേണ്ട, അച്ഛ, വിട്ടേക്കച്ഛ. വിട്ടേക്കച്ഛ. ഞാൻ വെറുതെ വിളിച്ചടാ. വേണ്ടച്ഛ. എന്റെ മോളെ എന്തിനാണ് നീ ചതിച്ചത്? വേണ്ടച്ഛ. കേട്ടോ? അച്ഛ. അച്ഛ. മോളെ എന്താ നിനക്ക് പറ്റിയത്? തുറന്നു പറ. ഒരു വിളിയില്ല, ആരാരും ഒന്നും പറയുന്നുമില്ല. എന്താ സംഭവിച്ചത്? എന്താ നിന്റെ കാലിന് പറ്റിയത്? ഒരുപാട് പറയാനുണ്ട് വിനേട്ട. ഞാനെല്ലാം തുറന്നു പറയാം. വിനേട്ട ക്ഷമയോടെ കേൾക്കണം. വിനേട്ടൻ പോയ ആ ദിവസം ഞാൻ അമ്പലത്തിൽ നിന്ന് വരികയായിരുന്നു. അപ്പോഴാണ് ആ ദുഷ്ടം കുട്ടേട്ടൻ വഴിന്ന് മാറാനല്ലേ പറഞ്ഞു. നീ എന്നെ പറ്റിക്കായിരുന്നല്ലടി. എനിക്കെല്ലാം മനസ്സിലായടി. നീ അങ്ങനെ ജീവിക്കുന്നു വിചാരിക്കണ്ട. നീ എന്റേതാ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. ആർക്ക് വേണോ നിന്റെ സമ്മതം? ആടി ഇവിടെ. നിനക്ക് ഞാനുണ്ടല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്?